നമസ്തേ കുട്ടികളെ, ഈ അധ്യയന വർഷത്തെ +2 ബോർഡ് എക്സാം എഴുതുകയാണല്ലോ. നമ്മുടെ മാതൃഭാഷയാണ് മലയാളം. അതുകൊണ്ട് തന്നെ എല്ലാം നമുക്കറിയാമെന്ന മുൻവിധിയോടെയാണ് പരീക്ഷയെ സമീപിക്കുക. നന്നായി പഠിച്ചു മാത്രം പരീക്ഷ എഴുതുക. ഇനിയും നമുക്ക് മലയാളം സിലബസിലേക്കും മാർക്ക് വിഭജനത്തിലേക്കും കടക്കാം. മലയാളം പാഠപുസ്തകത്തെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു: ഗദ്യമെന്നും പദ്യമെന്നും. ഗദ്യഭാഗത്തെ പാഠഭാഗങ്ങൾ ഏതെന്ന് ശ്രദ്ധിക്കാം. അവകാശങ്ങളുടെ പ്രശ്നം, ഗൗളി ജന്മം, നവമാധ്യമങ്ങൾ, ശക്തിയും സാധ്യതയും. പദ്യഭാഗങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. കണ്ണാടി കൺമോളവും, കിരാതവൃത്തം, കേശിനി മൊഴി, കൊള്ളിവ കല്ലിതൊന്നു. ഇതുകൂടാതെ ഉപപാഠ പുസ്തകമായ അമ്മ എന്ന ടെക്സ്റ്റിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാവും. മലയാളം പരീക്ഷ നടക്കുന്നത് 100 മാർക്കിലാണ്. അതിൽ 80 മാർക്ക് എഴുതി നേടേണ്ടതും 20 മാർക്ക് ഇന്റേണൽ അസസ്മെന്റ് വഴിയുമാണ് നേടേണ്ടത്. നമ്മുടെ പരീക്ഷയ്ക്ക് അനുവദിച്ചിരിക്കുന്ന സമയം 3 മണിക്കൂറാണ്. മലയാളം ചോദ്യപേപ്പറിന് 3 വിഭാഗങ്ങളാണ് ഉള്ളത്. വിഭാഗം എയിൽ നിന്ന് 25 മാർക്കിന്റെ വസ്തുനിഷ്ഠ ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. വസ്തുനിഷ്ഠ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. വിഭാഗം ബിയിൽ നിന്ന് 40 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. മാർക്ക് വിഭജനം എങ്ങനെയെന്ന് ശ്രദ്ധിക്കാം. ഖണ്ഡിക വായിച്ച് ഉത്തരം എഴുതുക എന്ന ചോദ്യത്തിന് 10 മാർക്കാണ് ലഭിക്കുന്നത്. ഓരോ ചോദ്യങ്ങൾക്കും ഓരോ മാർക്ക് വീതമായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. അതിനുശേഷം വിവരണാത്മക ചോദ്യങ്ങൾ ഗദ്യഭാഗത്ത് നിന്നും പദ്യഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നതാണ്. ഗദ്യത്തിൽ നിന്ന് 15 മാർക്കും പദ്യത്തിൽ നിന്ന് 15 മാർക്കും അവിടെ നേടിയെടുക്കണം. വിഭാഗം സിയിൽ നിന്ന് 15 മാർക്കിന്റെ ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഉപപാഠ പുസ്തകമായ അമ്മയിൽ നിന്ന് 5 മാർക്കിന്റെ ചോദ്യവും, സൃഷ്ടിപരമായ രചനയ്ക്ക്, അതായത് ഉപന്യാസം, കത്ത് എന്നിവയ്ക്ക് 5 മാർക്ക് വീതവുമാണ് വിഭജിച്ചിരിക്കുന്നത്.